സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗലീലിയൻ റിലേറ്റിവിറ്റിയുടെ ഇൻകോമ്പാറ്റിബിലിറ്റിയും പിന്നീട് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരാനുണ്ടായ സാഹചര്യമാണ്. അതിനുശേഷം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ രണ്ട് പോസ്റ്റ്ലേറ്റുകളുടെ കോൺസിക്വൻസസ് ആയുള്ള ടൈം ഡയലേഷനും ലെങ്ത് കോൺട്രാക്ഷനും നമ്മൾ കാര്യമായി പറഞ്ഞു. അതിനുശേഷം നമ്മൾ റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റത്തെ പറ്റി സംസാരിച്ചു. അതിനുശേഷം ആ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനിൽ നിന്നും റിലേറ്റിവിസ്റ്റിക് ആക്സിലറേഷനും ഫോഴ്സിലേക്കുള്ള ഇക്വേഷനിലെത്തി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. അപ്പം ടോട്ടൽ എനർജി, അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമാണ് എന്നുള്ള ധാരണയിലായിരുന്നു നമ്മൾ മുന്നേ ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്ന ശേഷം ഏതൊരു വസ്തുവിൻ്റെയും ടോട്ടൽ എനർജി, ഏതൊരു ഫ്രീ പാർട്ടിക്കിളിൻ്റെയും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയും കൂടാതെ ഒരു റെസ്റ്റ് മാസ് എനർജിയും എന്നുള്ള കൺസെപ്റ്റ് വന്നു. അപ്പോൾ ആ റെസ്റ്റ് മാസ് എനർജിയുടെ ഇക്വേഷനാണ് E0 = mc² എന്നുള്ള ഐൻസ്റ്റൈൻ്റെ ഏറ്റവും വിഖ്യാതമായുള്ള ഇക്വേഷൻ. അപ്പം അത് നമ്മൾ ഡെഡ്യൂസ് ചെയ്തു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ബാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് റിലേറ്റിവിസ്റ്റിക് ടോട്ടൽ എനർജിയുടെ ഇക്വേഷനാണ്. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ = കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് മാസ് എനർജി mc². ശരിയല്ലേ? അപ്പം ഇതിൽ തന്നെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ mc² ഗാമ എന്നായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഗാമ ഈസ് 1/√1 - v²/c². ശരിയല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കുന്ന വസ്തുവിനും വെൻ ke = 0 ടോട്ടൽ എനർജി ഈസ് നോട്ട് 0 ബട്ട് mc² is a constant which is related to mass. എന്ന് വെച്ചാൽ മാസ് തന്നെയാണ് എനർജി, എനർജി തന്നെയാണ് മാസ് എന്നുള്ള വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് ഐൻസ്റ്റൈൻ കൊണ്ടുവരികയാണ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പം ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെയും എന്താവണം? v = c ഒരുപാട് ചെറുതാവുമ്പോൾ നമ്മളുടെ പഴയ ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ആവണം. അതായത് E = കൈനറ്റിക് എനർജി എന്നുള്ളതാണ് ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ എനർജിയുടെ ഇക്വേഷൻ. ശരിയല്ലേ? പൊട്ടൻഷ്യൽ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ v = വളരെ c വളരെ കുറവാകുമ്പോൾ അത് E = ½ mv² റെഡ്യൂസ് ചെയ്യണം. അതാണ് നമ്മളുടെ ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ ആ കേസ് നോക്കാം. വെൻ v ഈസ് മച്ച് സ്മോളർ ദാൻ c, നമുക്കറിയാം ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കിയാൽ വെൻ v ഈസ് മച്ച് സ്മോളർ ദാൻ c എന്തുണ്ടാവും നോക്കാം. ഈയുടെ ഇക്വേഷൻ എന്താ? E = mc² divided by √1 - v²/c². അപ്പം നിങ്ങൾക്ക് ബൈനോമിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി അറിയാം. ബൈനോമിയൽ ഇക്വേഷൻ എന്താ പറയുന്നത്? ബൈനോമിയൽ ഇക്വേഷൻ സേസ് ദാറ്റ് 1 + h⁻n is approximately equal to 1 + nh. When h is small, when h is very small. അപ്പം ഇതിൻ്റെ കൂടെ മറ്റ് ടേം ഉണ്ട്, n²/2 factorial into h അല്ലേ, n × n - 1 into h² divided by 2 factorial plus അങ്ങനെ പോകുന്ന കുറേ ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ടേംസ് ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഈ ഫസ്റ്റ് ടേം മാത്രം എടുത്തു. കാരണം ഹയർ ടേംസ് ഒക്കെ വളരെ ചെറിയ നമ്പറാണ്, നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈയുടെ ഇക്വേഷൻ എന്താക്കി എഴുതാം? mc² into 1 - v²/c²
മൈനസ് ഹാഫ് എന്ന് എഴുതാം. ഇതിന് ശേഷം നമ്മൾ ബൈനോമിയൽ തിയറം ഉപയോഗിക്കുകയാണ്. യൂസിങ് ബൈനോമിയൽ തിയറം E is equal to, കാരണം അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എക്സ് ചെറുതാവുക എന്നുള്ളതാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് v²/c² ആണ്. അപ്പോൾ v²/c² എന്ന് പറയുന്നത് v വളരെ ചെറുതും c വളരെ വലുതുമാണ്. സ്വാഭാവികമായും അത് ചെറുതാവും. നമുക്ക് ബൈനോമിയൽ തിയറം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം this equation becomes mc² into 1 പ്ലസ് nh. ഇവിടെ n എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആണ്. ഇവിടെ ഒരു മൈനസും ഉണ്ട്. അപ്പം മൈനസ് മൈനസ് പറയുന്നത് പ്ലസ് ആവും. സോ 1 പ്ലസ് nh. n എന്ന് പറയുന്നത് എന്താ? ഹാഫ്. h എന്ന് പറയുന്നത് v²/c². ശരിയാണോ? അപ്പം ഈയുടെ ഇക്വേഷൻ എന്താവും നോക്കാം. E is equal to mc² പ്ലസ് half mv². ശരിയല്ലേ? ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ ഫോർ E. ഇനി കൈനറ്റിക് എനർജി എന്താ? കൈനറ്റിക് എനർജി ഈസ് നത്തിങ് ബട്ട് എനർജി മൈനസ് mc². മുന്നേ പറഞ്ഞത് ശരിയല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനർജി മൈനസ് mc². സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനർജി എന്ന് പറയുന്നത് mc² പ്ലസ് ഹാഫ് mv² മൈനസ് mc². ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്നുള്ള ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? അപ്പം v സിയിലും ചെറുതാണെങ്കിൽ, വളരെ വളരെ ചെറുതാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. എന്നാൽ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിലേക്ക് എത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഗാമ mc² മൈനസ് mc² ആണ്. ഓക്കെ, ഓക്കെ. അപ്പം ഈ ഇക്വേഷൻ, അതായത് കൈനറ്റിക് എനർജി നോൺ റിലേറ്റിവിസ്റ്റിക്കും അല്ലാത്ത കേസിലുള്ള ഇക്വേഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ഏതാണ്ടൊരു എസ്റ്റിമേറ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് when v is much smaller than c, kinetic energy is half mv², and when v is comparable to c, relativistic kinetic energy is equal to gamma mc² minus mc². ഇതാണ് നമ്മളുടെ രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയാണ് v is equal to, let's say v is equal to 10⁻⁷ meter per second. ശരിയല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ 1% ഒരുപാട് കുറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/3 ഭാഗം വളരെ കുറവ്. അപ്പം പക്ഷേ നമ്മളെ സംബന്ധിച്ച് v എന്ന് പറയുന്നത് v is equal to എന്താ 1 2 3 4 5 6 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത്രയും വലിയ സ്പീഡ്, ഭയങ്കര സ്പീഡ് തന്നെയാണ്. അപ്പം v 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനിലും കൂടിയുള്ള കൈനറ്റിക് എനർജിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 0.1 ചേഞ്ച് ചെയ്യണ്ടാവും. 0.1% ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. മനസ്സിലാവുണ്ടോ? അതായത് when v is equal to 10⁻⁷, ഈ രണ്ട് ഇക്വേഷനിൽ നിന്നുള്ള കൈനറ്റിക് എനർജിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 0.1% ഉള്ളൂ. ഓക്കെ, ഇത് ഇത്രയും വലിയ സ്പീഡാകുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ പറയാണ് ലെറ്റ്സ് സേ v is equal to 0.5c. v എന്ന് പറയുന്നത് സിയുടെ നേർപകുതി 1.5 × 10⁸ ആണെന്ന് വിചാരിക്കുക. കൈനറ്റിക് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് അറൗണ്ട് 20% ചേഞ്ച് വരും. അതായത് ഹാഫ് mv² എന്ന് കാണുന്ന കൈനറ്റിക് എനർജിയും ഇത് കാരണം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ചേഞ്ച് അറിയുന്നത് അറൗണ്ട് 20% ആവും. ഇനിയിപ്പോൾ v is equal to 0.999c ആണെന്ന് വിചാരിക്കുക. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഏതാണ്ട് 4300%
ചേഞ്ചാണ്. എന്ന് വെച്ചാൽ 4300 ടൈംസ് കൈനറ്റിക് എനർജി കൂടുന്നതാണ് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തിയറി, ഒരു ന്യൂമറിക്കലായുള്ള ഒരു കമ്പാരിസൺ. അതായത് വി എന്ന് പറയുന്നത് അറൗണ്ട് 10⁻⁷ മീറ്റർ/സെക്കൻഡ് ആകുമ്പോഴൊന്നും വലിയൊരു ചേഞ്ച് ഒന്നുമില്ല. അടുത്തത് നമുക്ക് ഈ എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, രണ്ട് ഫ്രെയിമുകളിലുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് വ്യത്യസ്ത ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കേസുകളിൽ പഠിച്ചു. സ്വാഭാവികമായും അതിന് ഡിറൈവ് ചെയ്ത എനർജിയും രണ്ട് വ്യത്യസ്ത ഫ്രെയിമുകളിൽ വ്യത്യാസമായിരിക്കും. എന്നാൽ ഓരോരോ ഫ്രെയിമിലും എനർജിയും ലീനിയർ മൊമെൻറ്റവും സെപ്പറേറ്റായി കൺസേർവ് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എനർജി എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആണ്. അതേപോലെ മറ്റൊരു ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എനർജി എപ്പോഴും കൺസേർവ്ഡ് ആണ്. പക്ഷെ ആ എനർജി രണ്ടും സെയിം ആവണമെന്നില്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള ബന്ധം നോക്കാം. എനർജി ആൻഡ് മൊമെൻറ്റം. ശരിയല്ലേ? നേരത്തെ നമ്മൾ എനർജിയുടെ ഇക്വേഷനിൽ മൊമെൻറ്റം വരുന്നില്ല. അപ്പോൾ എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ നോക്കാം. അത് മാത്രമല്ല, ഇപ്പം എനർജിയും മൊമെൻറ്റവും രണ്ട് ഫ്രെയിമുകളിൽ വ്യത്യാസമാണെങ്കിൽ ഏത് ക്വാണ്ടിറ്റിയാണ് രണ്ട് ഫ്രെയിമിലും വ്യത്യാസപ്പെടാതെ നിൽക്കുന്നത്? അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ ലോറൻസ് ഇൻവേരിയൻ്റ് എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് ഫ്രെയിമിലും ഇൻവേരിയൻ്റ് ആയി നിൽക്കുന്ന ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒരുപാടുണ്ട്, നമുക്ക് പിന്നെ അതിലേക്ക് വരാം. ഉദാഹരണത്തിന് ചാർജ്, പ്രോപ്പർ ടൈം, പ്രോപ്പർ മാസ്, പ്രോപ്പർ ലെങ്ത്, ഇതൊക്കെ ലോറൻസ് ഇൻവേരിയൻറ്റുകളാണ്. കാരണം ഇതൊന്നും രണ്ട് ഫ്രെയിമിലും മാറുന്നില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജിയും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അപ്പം എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാലോ, ഈസ് ഈക്വൽ ടു mc² ഡിവൈഡഡ് ബൈ √1 - v²/c². ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്തു. E² ഈക്വൽ ടു m²c⁴ ഡിവൈഡഡ് ബൈ റൂട്ട് അങ്ങ് പോയി കിട്ടും. എന്നിട്ട് 1 - v²/c² എന്ന് കിട്ടും. ശരിയല്ലേ? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ. അതുപോലെ പിയുടെ എനിക്ക് ഇക്വേഷൻ അറിയാം. P ഈസ് ഈക്വൽ ടു mv ഡിവൈഡഡ് ബൈ √1 - v²/c². p² എന്താവും? p² വിൽ ബി m²v² ഡിവൈഡഡ് ബൈ 1 - v²/c². ശരിയല്ലേ? ഇനി ഞാൻ ഒരു സൂത്രപ്പണി ചെയ്യുകയാണ്. ഇവിടെ ഒരു c² ഇട്ട് കൊടുക്കും. സ്വാഭാവികമായും ഇവിടെയും ഒരു c² ഇട്ട് കൊടുക്കും. അപ്പോൾ p² c² ഈസ് m²v²c² ഡിവൈഡ് ബൈ 1 - v²/c². ദിസ് ഈസ് മൈ ഇക്വേഷൻ 2. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2നെ സബ്സ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ you'll get e² - p²c² ഈക്വൽ ടു എന്ത് കിട്ടും? m²c⁴ ഡിവൈഡ് ബൈ 1 - v²/c² മൈനസ് m²v²c² ഡിവൈഡ് ബൈ 1 - v²/c². ശരിയല്ലേ? ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് LCM എടുക്കാം. ദിസ് ഈസ് 1 - v²/c², m²c⁴ മൈനസ് m²v²c². ശരിയല്ല? ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. You can take out this എന്താ പുറത്തേക്ക് എടുക്കാൻ പറ്റുക? m²c⁴ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു വരയ്ക്കാം. യു ഗെറ്റ് 1 മൈനസ് m² പോയ m ഉണ്ടാവില്ല, v² പോയ v² പോകുന്നില്ല, അപ്പോൾ v² അവിടെ തന്നെ ഉണ്ട്. c⁴ ആ പോയത്, പക്ഷെ ഇവിടെ c² ഉള്ളൂ. സോ യു ഹാവ് ടു പുട്ട് എ c² ഇൻ ദ ഡിനോമിനേറ്റർ
and you have 1 minus v square by c square. Okay, അപ്പം ഇതും കട്ട് ചെയ്യാം. You get m square c raised to 4. Okay, അപ്പം e square minus p square c square equal to m square c raised to 4. ശരിയല്ലേ? ഇത് നോക്കുമ്പോൾ m എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് ആണ്, c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ശരിയല്ലേ? സോ m and c are constants in any frames. ശരിയല്ലേ? അപ്പോൾ ഏതൊരു ഫ്രെയിമിലും എം സ്ക്വയർ സി റൈസ് ടു 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവും. സ്വാഭാവികമായും ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആവും. സോ ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ് ഇൻ എനി ഇനേർഷ്യൽ ഫ്രെയിം. അപ്പോൾ നമുക്ക് മനസ്സിലായി ലോറൻസ് ഇൻവേരിയന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ എന്നുള്ളത് ഒരു ലോറൻസ് ഇൻവേരിയന്റ് ആണ്. ശരിയല്ലേ? അതിൽ ഇ എന്ന് പറയുന്നത് E1 is not equal to E2. രണ്ട് ഫ്രെയിമിലെ എനർജി രണ്ടും സെയിം അല്ല. P1 is not equal to P2. ശരിയല്ലേ? ഇവയെല്ലാം ഇപ്പൊ എനർജി E1 എന്ന് പറയുന്നത് ഒരിക്കലും E2ന് തുല്യമാവില്ല. പക്ഷെ E1ഉം അതത് ഫ്രെയിമിൽ E1 കൺസേർവ്ഡ് ആണ്, അതത് ഫ്രെയിമിൽ E2 കൺസേർവ്ഡ് ആണ്. പക്ഷെ E1 is not equal to E2. ആ വാല്യൂ എപ്പോഴും ചേഞ്ച് ആവും. പക്ഷെ ഒരു ലോറൻസ് ഇൻവേരിയന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഫ്രെയിമുകളിൽ ഒരിക്കലും ചേഞ്ച് വരാത്തൊരു ക്വാണ്ടിറ്റി. അതാണ് ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ. കാരണം ഇത് എന്ന് പറയുന്നത് എം സ്ക്വയർ സി റൈസ് ടു 4ന് പ്രൊപ്പോർഷണൽ ആണ്. ശരിയല്ലേ? അപ്പം എം എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് ആണ്, വിച്ച് ഈസ് എ കോൺസ്റ്റന്റ്. സി എന്ന് പറയുന്നത് അഗൈൻ എ കോൺസ്റ്റന്റ്. സോ പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ഈസ് എ ലോറൻസ് ഇൻവേരിയന്റ്. ഇനി ഇതിനോടൊപ്പം ഉള്ള മറ്റ് ലോറൻസ് ഇൻവേരിയന്റുകൾ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ലോറൻസ് ഇൻവേരിയന്റ് ആണ്. ഓക്കെ, റെസ്റ്റ് മാസ് നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റ് മാസ് ലോറൻസ് ഇൻവേരിയന്റ് ആണ്. അതുപോലെ പ്രോപ്പർ കൂട്ടിയുള്ള എല്ലാ സാധനം, പ്രോപ്പർ ടൈം 5, പ്രോപ്പർ ലെങ്ത്, ഇതൊക്കെ ലോറൻസ് ഇൻവേരിയന്റുകളാണ്. ഓക്കെ, പക്ഷെ എനർജി എന്ന് പറയുന്നത് ലോറൻസ് ഇൻവേരിയന്റ് അല്ല. എനർജി ഈസ് നോട്ട് ലോറന്റ് ഇൻവേരിയന്റ്. മൊമെന്റം ഈസ് നോട്ട് ലോറന്റ് ഇൻവേരിയന്റ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കുസാറ്റിലും അതുപോലെ എല്ലാ എൻട്രൻസുകളിലും എക്സാം ഉണ്ടാവും. നിങ്ങളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാമിനും ഇത് നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, അപ്പം ഇതാണ് ലോറൻസ് ഇൻവേരിയന്റ്. ഇനി കഴിഞ്ഞ എക്സാമുകൾക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളോട് ചോദിച്ചത് ഒരു പാർട്ടിക്കിൾ വി വെലോസിറ്റിയിലാണ് പോകുന്നത്, അതിൻ്റെ എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റേഷ്യോ അങ്ങനെ എന്തോ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. അപ്പം നമുക്കറിയാം ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് mc²/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് mv/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പം മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചത്. വി വെലോസിറ്റി പോകുന്ന ഒരു പാർട്ടിക്കിളിന്റെ റിലേറ്റിവിസ്റ്റിക് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണെന്നോ അങ്ങനെ എന്തോ ആണ് ചോദിച്ചത്. അതോ റേഷ്യോ ഓഫ് മൊമെന്റോ എനർജി എന്താണെന്നോ അങ്ങനെ എന്തോ ആണ് ചോദിച്ചത്. സോ പി ബൈ ഈസ് നത്തിങ് ബട്ട് വി ബൈ സി സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് മാസ്ലെസ് ആയുള്ള പാർട്ടിക്കിളിന്റെ കേസ് നോക്കാം. മാസ്ലെസ് പാർട്ടിക്കിൾസ്. ഇപ്പോൾ മാസ്ലെസ് പാർട്ടിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ഫോട്ടോൺസിന് റെസ്റ്റ് മാസ് ഇല്ല. ഫോട്ടോൺസ് ഡസ് നോട്ട് ഹാവ് റെസ്റ്റ് മാസ്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളുടെ എക്സാമ്പിൾ ഫോട്ടോൺസ് ഡസൻ ഹാവ് റെസ്റ്റ് മാസ്. m ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പം ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താവും? 0 ആവും. ശരിയല്ലേ? ഈസ് ദിസ് പോസിബിൾ? അപ്പം ഫോട്ടോൺ എനർജി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ? നമുക്കറിയാം ഫോട്ടോൺ എനർജി ഉണ്ടാവുന്നു, പക്ഷെ ഫോട്ടോണിന്റെ മാസ് 0 ആണ്. ശരിയല്ലേ?
അങ്ങനെയാവുമ്പോൾ ഈ ഇക്വേഷൻ തെറ്റാവണം. എനർജി ഈസ് ഈക്വൽ ടു 0 ആവണം. എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ, പക്ഷേ ഈ ഇക്വേഷൻ ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇക്വേഷന് രക്ഷപ്പെടാൻ കഴിയാന്ന് നോക്കാം. ഓക്കെ, E ഈസ് ഈക്വൽ ടു mc² ബൈ √1 മൈനസ് v² ബൈ c² ആണ്. ഓക്കെ, അപ്പം if m ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഒരു തട്ടിപ്പ് അങ്ങ് ചെയ്യും. if v ഈസ് ഈക്വൽ ടു c, വാട്ട് ഹാപ്പൻസ് if v ഈസ് ഈക്വൽ ടു c? നമ്മളുടെ ഇക്വേഷൻ എന്താവും? E ഈസ് ഈക്വൽ ടു m ഓൾറെഡി 0 ആണ്, √1 മൈനസ് 1 എന്ന് വരും. √1 മൈനസ് 1 എന്ന് വെച്ചാൽ 0/0 വരും, വിച്ച് ഈസ് ഇൻഡെഫിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഷ്ടി രക്ഷപ്പെട്ടു ഈ ഇക്വേഷൻ തെറ്റാവുന്നതിലും. ജസ്റ്റ് ദാറ്റ് ഈ ഇക്വേഷൻ ഇവിടെ മാർക്കാവില്ല എന്നുള്ളൂ. അപ്പം അങ്ങനെ ആവണമെങ്കിൽ നമ്മളുടെ v ഷുഡ് ബി ഈക്വൽ ടു c എന്നുള്ള ഇക്വേഷൻ ഉണ്ടാകും. അതായത് മാസ് ഇല്ലാത്ത, റെസ്റ്റ് മാസ് ഇല്ലാത്ത എല്ലാ പാർട്ടിക്കിളിനും v ഈസ് ഈക്വൽ ടു c ആവണം, നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ഇക്വേഷൻ ഹോൾഡ് ആവൂ. ശരിയല്ലേ? അപ്പോൾ ഇതിനെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ രീതിയിലാണ് കാണിച്ചത്. നമുക്കറിയാം വി ഹാവ് e² ഈസ് ഈക്വൽ ടു p² c² പ്ലസ് m² c4 ആണ് അല്ലേ? ഇഫ് ഇങ്ങനെ നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. ഇഫ് m ഈസ് ഈക്വൽ ടു 0, e ഈസ് ഈക്വൽ ടു e² ഈക്വൽ ടു p² c² അല്ലെ e ഈസ് ഈക്വൽ ടു pc എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ e ഈസ് ഈക്വൽ ടു pc എന്ന് കിട്ടും. സിമിലർലി p ഈസ് ഈക്വൽ ടു e/c എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പിക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. p ഈസ് ഈക്വൽ ടു ev/c² നമ്മൾ മുന്നേ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. So this is equation 1, this is equation 2. Comparing 1 and 2. ശരിയല്ലേ? Comparing 1 and 2. അപ്പോൾ എന്ത് കിട്ടും? e/c is equal to ev/c². ശരിയല്ലേ? ഇത് ഇയും വെട്ടാം, ഒരു സിയും വെട്ടാം. ദെൻ v ഷുഡ് ബി ഈക്വൽ ടു c. ശരിയല്ലേ? ഫോർ മാസ്ലെസ് പാർട്ടിക്കിൾസ്. അപ്പോൾ മാസ്ലെസ് പാർട്ടിക്കിൾസിന് v എന്ന് പറയുന്നത് c ആയേ മതിയാവൂ. മാസ് ഇല്ലെങ്കിൽ അപ്പോൾ അതിന് മൊമെന്റം ഇല്ലാന്നോ എനർജി ഇല്ലാന്നോ അർത്ഥമില്ല. നമ്മളുടെ ഈ ഇക്വേഷൻ പ്രകാരം എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു p² c² പ്ലസ് m² c4 ആണ്. m എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എനർജി ഒരിക്കലും 0 ആവില്ല. p²/c² ആണ് e². അപ്പോൾ e എന്ന് പറയുന്നത് pc ആണ്. അപ്പം മാസ്ലെസ് ആയുള്ള പാർട്ടിക്കിളിന്റെ p എന്താണെന്ന് പലപ്പോഴും ചോദ്യം ചോദിക്കും. വാട്ട് ഈസ് p ഫോർ മാസ്ലെസ് പാർട്ടിക്കിൾ? ഫോർ മാസ്ലെസ് പാർട്ടിക്കിൾ p ഈസ് ഈക്വൽ ടു e/c ഫോർ മാസ്ലെസ് പാർട്ടിക്കിൾസ്. ശരിയല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയ 1-2 സാധനങ്ങളുണ്ട്, അത് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് മാസ് എനർജി എന്നുള്ളത്. അതായത് ഗാമ mc² ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് mc². ശരിയല്ലേ? അപ്പോൾ റെസ്റ്റ് മാസ് എനർജിയെ പറ്റി നോക്കാം. റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത് E0 ഈസ് ഈക്വൽ ടു mc². ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ വിഖ്യാതമായുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ പ്ലസ് 2-ലൊക്കെ പഠിച്ചതാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി. ഓക്കെ, അപ്പം ബൈൻഡിങ് എനർജി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ന്യൂക്ലിയസ്, നമുക്കറിയാം ന്യൂക്ലിയസ് പ്രോട്ടോണും ന്യൂട്രോണിനെ കൊണ്ടും ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇപ്പം ഒരു ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് നമുക്കറിയാം.
അപ്പോൾ ഈ പ്രോട്ടോണിൻ്റെയും എത്ര ന്യൂട്രോൺ ഉണ്ടോ എത്രയും പ്രോട്ടോൺ ഉണ്ടോ അതിൻ്റെയൊക്കെ പാടെ മാസ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ആ മാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ മാസിൻ്റെ വാല്യൂയേക്കാൾ കൂടുതലാവും. അതിനർത്ഥം എന്താ? കുറച്ച് മാസ് എവിടെയോ കാണാതായിട്ടുണ്ട്. ആ മാസാണ് ബൈൻഡിങ് എനർജിയായി ഈ ന്യൂക്ലിയസിനെ ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജിയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ ബൈൻഡിങ് എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയുള്ള എനർജി ഈ ന്യൂക്ലിയസിന് കൊടുത്താലോ? അതായത് ന്യൂക്ലിയസിന് എത്രയും എനർജി വെച്ചൊരു ഹാമർ കൊണ്ട് അടിച്ചു എന്ന് വിചാരിക്കാം. ഹാമർ എന്നുള്ളത് വെറുതെ പറയാണ്. അപ്പം എന്തെങ്കിലും അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം സ്വാഭാവികമായും ഈ ന്യൂക്ലിയസ് വിട്ടിട്ട് കോൺസ്റ്റുവന്റ് ന്യൂട്രോണും പ്രോട്ടോണുമായി മാറും. ശരിയല്ലേ? അപ്പം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൽ നിന്ന് എത്ര എനർജിയാണോ എത്ര മാസമാണോ മിസ്സിങ്, ആ മാസിന് കറസ്പോണ്ടിങ് ആയുള്ള എനർജിയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ് you can define binding energy as the energy required the energy required to split a nucleus into its constituent ന്യൂക്ലിയോൺസ്. ശരിയല്ലേ? ന്യൂക്ലിയോൺസ് വെച്ചാൽ പ്രോട്ടോണും ന്യൂട്രോണും ആക്കാൻ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്താവും? അപ്പോൾ നമുക്ക് മാസിന്റെ വ്യത്യാസത്തെ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നു. ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു എന്താണ്? എത്ര പ്രോട്ടോൺ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? സെഡ് വെച്ചിട്ടാണ്. സെഡ് ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു അത്രയും ന്യൂട്രോൺ ഉണ്ടാവും, മാസ് ഓഫ് ന്യൂട്രോൺ. ശരിയല്ലേ? അപ്പം 5 പ്രോട്ടോണും 5 ന്യൂട്രോണും ഉണ്ടെങ്കിൽ 5 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് 5 ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ. ഈ സാധനത്തിൻ്റെ മാസ് എപ്പോഴും നിങ്ങളുടെ മാസ് ഓഫ് ന്യൂക്ലിയസ്, ശരിയല്ലേ? മാസ് ഓഫ് ന്യൂക്ലിയസിനെ എം എന്ന് വിളിക്കും, അതിലും കുറവാകും. സോ ഇതാണ് മാസ് ഡിഫക്റ്റ്. അപ്പം ബൈൻഡിങ് എനർജി BE ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. ഈ മാസ് ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് ആയുള്ള എനർജിയാണ്. സോ ഈ സാധനത്തിൻ്റെ കൂടെ ഒരു സി സ്ക്വയർ ഇട്ട് കൊടുത്താൽ നമുക്ക് ബൈൻഡിങ് എനർജി കിട്ടും. ശരിയല്ലേ? അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ഇത് നിങ്ങൾ പലപ്പോഴുമായിട്ട് നമ്മളുടെ ജൂനിയർ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ഇതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ശരിയല്ലേ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ +2 പഠിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പോസിട്രോൺ ഇലക്ട്രോൺ എൻഹിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഹിലേഷൻ്റെ സ്പെല്ലിംഗ് എന്താ? ANHILATIO എന്നിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോൺ പോസിട്രോൺ എൻഹിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇലക്ട്രോൺ പോസിട്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിമാറ്റർ ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് ആൻറ്റിമാറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആണ്, മാസ് സെയിം ആണ്, ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആണ്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസിട്രോണും ഇലക്ട്രോണും കണ്ടുമുട്ടുകയാണെങ്കിൽ അവ അപ്പം എന്തായി മാറും? കൂട്ടിമുട്ടിയിട്ട് ഊർജമായി മാറും. അതായത് നമ്മുടെ അടുത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് പോസിട്രോൺ പ്രോട്ടോൺ അല്ല, പ്രോട്ടോണിന് മാസ് വേറെയാണ്. പോസിട്രോൺ എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ ആൻറ്റിമാറ്ററാണ്. അപ്പോൾ ഇലക്ട്രോണും ആൻറ്റിമാറ്ററും കൂടി അതിൻ്റെ ആൻറ്റിമാറ്ററായ പോസിട്രോണും കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ, കണ്ടുമുട്ടുകയാണെങ്കിൽ, അതപ്പം ഒരു വലിയ എക്സ്പ്ലോഷൻ നടക്കും. ആ എക്സ്പ്ലോഷൻ കഴിഞ്ഞാൽ ഊർജം മാത്രമേ ഉണ്ടാവൂ, അത് ഗാമ റേസായി മാറും. ശരിയല്ലേ? അപ്പം ഗാമയുടെ എനർജി എന്ന് പറയുന്നത് എന്താവും? ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും റെസ്റ്റ് മാസ് എനർജിയിലും കൂടുതലാവും എപ്പോഴും. ശരിയല്ലേ? സോ എനർജി ഈക്വൽ ടു, ഇപ്പം ഇലക്ട്രോണും പോസിട്രോണും റെസ്റ്റിലാണെങ്കിൽ ഉണ്ടാവുന്ന എനർജി അറിയുന്നത് 2mc² ആണ്. ശരിയല്ലേ? കാരണം എന്താ? mc² ആണ് ഇലക്ട്രോണിൻ്റെ എനർജി, mc² തന്നെയാണ് പോസിട്രോണിൻ്റെ എനർജി. അപ്പോൾ ഗാമയുടെ എനർജി എന്താവും? 2mc² ആവും. ഇനിയിപ്പോൾ ഇലക്ട്രോണും പോസിട്രോണും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2mc² കൂടുതൽ എനർജി ആവും ഗാമയ്ക്ക് ഉണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ അതാണ്
നമ്മളുടെ അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം റെസ്റ്റ് മാസ് എനർജിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം ഒരു ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം 9.1 × 10⁻³ kg ആണ്. അപ്പോൾ അതിനെപ്പോഴും MEVയിലാക്കി എഴുതാൻ പഠിക്കുക. നമുക്കറിയാം അത് MEVയിലാവുമ്പോൾ 0.511 MEV/c² ആണ്. കാണാപ്പാടം പഠിക്കുക, ശരിയല്ല? അല്ലെങ്കിൽ നമുക്ക് ചെയ്താലും മതി. MC² എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം. M 9.1 × 10⁻³ c² വാല്യൂ നമുക്കറിയാം. അതിനുശേഷം അതിനെ ഇലക്ട്രോൺ വോൾട്ടേജ് മാറ്റി നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇത് എപ്പോഴും കാണാപ്പാടം പഠിക്കാനാണ് നല്ലത്. ഓക്കെ, അപ്പം മാസ് ഓഫ് ഇലക്ട്രോൺ M = 0.511 MEV/c² ആണ്, ശരിയല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ട്, ഒരു ഫോട്ടോൺ ഉണ്ട്. അതിന് മാസ് ഇല്ല, അത് മാസ്ലെസ് ആണ്. രണ്ടിനും ഒരേ മൊമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനും എനർജി എന്താവും എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് മാസ് ഉള്ളതാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്കറിയാം E² = P² C² പ്ലസ് എന്താണ് M² C4 ആണ്. ഓക്കെ, അപ്പം P² C² നമുക്ക് P തന്നിട്ടുണ്ട്. P എന്ന് പറയുന്നത് 2000 MEV/c. അതിന് ഹോൾ സ്ക്വയർ ആകുമ്പം ഇൻറ്റു C². അപ്പോൾ C² വെട്ടിപ്പോകും. ഇതാണ് ഇതിൻ്റെ ഗുണം. MEV/c ആക്കി എഴുതുമ്പോൾ ഇതങ്ങനെ സിയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് പോകും. പ്ലസ് M² എന്ന് പറയുന്നത് 0.511 MEV/c², ശരിയല്ലേ? ഹോൾ സ്ക്വയർ ഇൻറ്റു C⁴. C⁴ കട്ട് ചെയ്ത് പോകും. ഇത് നമുക്ക് E കണ്ടുപിടിക്കാം. E ഈസ് നത്തിങ് ബട്ട് 2.064 MeV, ശരിയല്ലേ? രണ്ടാമത്തെ കേസ് ഫോട്ടോണിൻ്റെ ആണ്. ഫോട്ടോണ് M = 0 ആണ്. അപ്പം E = PC ആണ്. P തന്നിട്ടുണ്ട് 2000 MEV/c ഇൻറ്റു C. ആ സിയും വെട്ടിപ്പോയി. ആൻസർ ഈസ് 2000 MEV. നിങ്ങൾ എൻട്രൻസിനൊക്കെ നോക്കുമ്പോഴാണ് ഇത് എത്രമാത്രം ഗുണകരമാണെന്ന് മനസ്സിലാവുക. നിങ്ങളുടെ MEV/c² MEV/c എന്നുള്ള യൂണിറ്റുകൾ വെച്ച് ചെയ്യുമ്പോൾ. മറ്റത് നിങ്ങൾ എൻട്രൻസ് എക്സാമിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ റൂട്ടിലൊന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാകുമ്പോൾ C² വെട്ടിപ്പോകേണ്ട സാധനങ്ങൾ നിങ്ങൾ പ്രത്യേകം നോക്കണം. അപ്പോൾ എപ്പോഴും MEVയിൽ ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഇതുപോലുള്ള കണക്ക് നമുക്കറിയാം. ഒരു AMU എന്ന് പറയുന്നത് 1.6 × 10⁻⁻27 kg ആണ്. 67 ഉണ്ടെന്ന് തോന്നുന്നു. 1 AMU = 931 MEV. ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ.